ഹായ് ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനിന്നൊരു ചെറിയ കിച്ചൺ വീഡിയോയാണ് എടുക്കുന്നത്. അപ്പം ഞാനിന്ന് മീൻ ചോറ് വെച്ചു. അത് അരി ചരിച്ചിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു, ഇന്നലെ അങ്ങ് അക്കരെ നിന്നപ്പോഴത്തേക്ക് മോളെ വീട്ടിൽ നിന്നപ്പോഴത്തേക്ക് മീൻ കൊണ്ടുവന്ന് അവിടെ ആദ്യം മീൻ വാങ്ങിച്ച് വെച്ചിരുന്നു. പിന്നെ അണ്ണ ഇപ്പോൾ പോയിട്ട് മീൻ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ അത് അതിൽ നിന്ന് 2 കഷ്ണം എടുത്ത് വറുക്കുകയും ചെയ്ത് ബാക്കി കൂട്ടാനും വയ്ക്കാമെന്ന്. അങ്ങനെ മീൻ എന്നും കിട്ടൊക്കെ ഇല്ല, വല്ലപ്പോഴൊക്കെ കിട്ടുള്ളൂ. അപ്പം മീൻ ഇന്നലെ അവർക്ക് ബാക്കി കൂടെ ഇരുന്നത് കൊണ്ട് നമ്മളെ പാൽ കൊണ്ടുവരുന്ന അവൻ വിളിച്ച് നമുക്ക് മീൻ വേണമെന്ന് ചോദിച്ചു. അങ്ങനെ ഇത്തിരി മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. നമുക്കിവിടെ ഫ്രിഡ്ജില്ലാത്തത് കൊണ്ട്, ഫ്രിഡ്ജ് എർത്തിൻ്റെ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് ഫ്രിഡ്ജ് ഇതുവരെയും, പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ പൈസ കൊടുത്ത് ശരിയാക്കിയാലോ, ഫ്രിഡ്ജില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടത് എനിക്ക് ഈ പല്ലിൻ്റെ സർജറി കഴിഞ്ഞ് വീട്ടിൽ വന്നാലുടനെ ഐസ് വയ്ക്കണം. അതിന് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ നമ്മൾ ഐസായ ഒരു കട്ട പാല് മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ അതൊക്കെ പോയി. അപ്പം അത് നീര് വയ്ക്കുന്നതിന് ആയിട്ട് വേദന കുറയുന്നതിനും ഇങ്ങനെ ഐസ് വെച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പം അതിൻ്റെ കുറേ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ച്. അത് പാലിൻ്റെ ഐസെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോയി. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചു. അപ്പോൾ ഒരു ഫ്രിഡ്ജ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഫ്രിഡ്ജില്ലാതിരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും എന്നും ഇട്ട് പൈസ ചിലവാക്കാനും അങ്ങനെ ഇപ്പം കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പോകുന്നത് ഈ ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചു. ഇന്നലെ അക്കരെ മോള് കാലത്തേക്ക് കൊടുത്തു വിട്ടു. അത് മീൻ കണ്ടോ, ഇത്തിരി മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ ചൂരയൊന്നും വാങ്ങിക്കില്ല, അങ്ങനെ ഇപ്പോൾ കൊണ്ടുവന്നതാണ് ഇവിടെ നിന്ന്. പിന്നെ നമുക്ക് കറി വയ്ക്കാനായിട്ട് നമ്മളിവിടെ മീൻ വാങ്ങിച്ചു. അത് വള്ളിക്കൊഴിയാളയാണ്, നല്ല കറിയുള്ള മീനാണ്. അപ്പം മരുമോൻ കാലത്തേ പോയി. അങ്ങനെ എൻ്റെ കുട്ടൂസുമോൻ്റെ മേശാക്കസേര, ഇരുന്ന് വായിക്കുന്ന മേശാക്കസേര കൊടുത്തു വിട്ടു. അങ്ങനെ അതിൻ്റെ കൂടെ മീനും കൂടി ഇനി കൊടുത്തു വിട്ടു. അപ്പം നമുക്ക് മീൻ ഫ്രൈ ആദ്യം ഉണ്ടാക്കാനായിട്ട് തീ പറ്റിച്ച് ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചു. ഫ്രൈ പാൻ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേക്ക് മീൻ കൂട്ടാൻ വയ്ക്കാനായിട്ടും മീൻ കട്ട് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന്, ഇതിൻ്റെ തലയും ഉള്ളുകൊണ്ട്, പിന്നെ അതേ വള്ളിക്കൊഴിയാള കട്ട് ചെയ്തിടണം. അത് കറിക്കുള്ളതാണ്. അപ്പോൾ നമുക്കത് കറി വയ്ക്കാനുള്ള അതിന് വേണ്ടുന്ന ഉള്ളിയും അതിലൂടെയൊക്കെ ഒന്ന് അരിഞ്ഞും എടുക്കണം. അപ്പം ഫ്രൈ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അമ്പലത്തിലെ ഉത്സവങ്ങളെല്ലായിടവും 4 ദിവസവും അമ്പലത്തിലെ ഉത്സവങ്ങൾ കേൾക്കുന്നതുകൊണ്ട് എപ്പോഴും വായനയും പാട്ടും കൊട്ടും പിന്നെ അന്നദാനങ്ങളും ഒക്കെ തന്നെയാണ്. എല്ലാം 4 ദിവസവും അമ്പലങ്ങളെ ഉത്സവം. നമ്മളെ തൊട്ടടുത്തല്ല, എന്നാലും നമുക്ക് കൂടി ഇരിക്കുമ്പോൾ കേൾക്കാം. അപ്പം നമുക്ക് മീൻ അതിലേക്ക് ഇട്ടാലോ. കുട്ടൂസുമോന് മീൻ കറിയേക്കാളും മീൻ പൊരിച്ചത്, ചോറ് കൊണ്ടുപോകാൻ സ്കൂളിൽ പോകുമ്പം മീൻ പൊരിച്ചതേ അല്ലെങ്കിൽ വന്ന ഉടനെ എൻ്റെ കൂട്ടുകാരന് മീൻ പൊരിച്ചുണ്ടായിരുന്നു, എനിക്കില്ലായിരുന്നു, ഈ പരാതിയാണ്. അതുകൊണ്ട് ഇത്രയും ദിവസം അച്ഛൻ ഉണ്ടായിരുന്നത് കൊണ്ട് കുട്ടൂസുമോന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. മിനിയാന്ന്
ഒരു നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും ഇട്ടായിരുന്നു. ഞാൻ തലവേദനയായിട്ടങ്ങ് കിടക്കായിരുന്നു. ഒത്തിരി അങ്ങ് ഒരു 3-4 ദിവസമായിട്ട് ഭയങ്കര തലവേദന. എന്താണ് കാര്യമെന്നറിയാൻ വയ്യ. ഇന്നും ഉണ്ട്. ഇപ്പം 2 ദിവസം ഞാൻ പാരാസെറ്റമോൾ കഴിച്ചു. ആ തലവേദനയായിട്ട് കിടക്കുന്ന സമയത്താണ് മോള് അച്ചാറുടെ അക്കരോട്ടി എല്ലാം വിളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൊണ്ടുവന്ന ഇതാണ്. അങ്ങനെ അവൾ കൊണ്ടുവന്നു. അങ്ങനെ എണീറ്റ് വന്നാണ് ഞാൻ ആ അച്ചാർ ഇടുന്നത്. 8 മണിയാവും. പിന്നെ വേറെ സാധാരണ പോകുമ്പോൾ മീനച്ചാറൊക്കെ കൊണ്ടുപോകുന്നതാണ്. എൻ്റെ അമ്മ അവിടെ ഇല്ലാത്തത് കൊണ്ട്, മറ്റേ അവരുണ്ടെങ്കിൽ പിന്നെ അമ്മക്കൊരു പാടുമില്ല. ചേച്ചി അവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പം മീനൊന്ന് മൂത്ത് വരട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് കറി വയ്ക്കാനുള്ള അതൊന്ന് അരിഞ്ഞെടുക്കാം. നമുക്ക് മീനൊന്ന് മറിച്ചിടാം. മീൻ മൂത്തൊന്ന് നോക്കിയിട്ട് മറിച്ചിടാം നമുക്ക്. നമ്മൾ മീൻ വറുക്കുമ്പോഴത്തേക്ക് മീൻ വറുക്കുന്നതിൽ മസാലപ്പൊടി ചേർക്കും. ചിലർ മസാലപ്പൊടി ചേർക്കും. ചെറിയ ഉള്ളി അരച്ച് ചേർക്കും. ചെറിയ ഉള്ളി അരച്ച് ചേർക്കുമ്പോഴത്തേക്ക് പൊരു വരായിരിക്കും. പക്ഷേ ഞങ്ങൾ ചേർത്തിട്ടില്ല ചെറിയ ഉള്ളിയൊന്നും. നമ്മൾ ചേർക്കുന്നത് സാധാരണ പൊരിക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ചെറിയ വലിയ മീനൊക്കെ പൊരിക്കുമ്പോൾ ശകലം മസാല ചേർക്കും. അല്ലാതെ എല്ലാ മീനൊന്നും മസാലയും ചേർക്കില്ല. ഉള്ളി അരച്ച് ചേർത്താൽ മീൻ ഒരു വരാതിരിക്കുമെന്ന് പറയും. നമ്മളങ്ങനെ ചേർക്കാറില്ല. ഇതൊന്നും ഞാനൊന്നും പറയുന്നില്ല. കുറേ ആൾക്കാർ അങ്ങനെ ചേർക്കാറുണ്ട്, എൻ്റെ അറിവിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചക്ക കൂട്ടാൻ വയ്ക്കുന്നതിന് ഞങ്ങൾ ചക്കയ്ക്ക് പ്രധാനമായിട്ട് അരയ്ക്കുന്നത് പച്ചമുളകും കരിവേപ്പിലയാണ്. നമ്മുടെ ചക്കയുടെ പ്രധാന ഇത് പച്ചമുളക്, കരിവേപ്പില, പിന്നെ വെളുത്തുള്ളി തോന അരയ്ക്കും. ഒരു 5-6 അല്ലി വെളുത്തുള്ളി അരയ്ക്കും. 5-6 അല്ലി എന്ന് പറഞ്ഞാൽ 5-6 ഇതൾ. നമ്മൾ അവിയലിനാണെങ്കിൽ 2-3 ഇതളൊക്കെ അരയ്ക്കുള്ളൂ. ഇതിനാണെങ്കിൽ ചക്കയ്ക്കാണെങ്കിൽ ഈ വെളുത്തുള്ളിയും ജീരകം തോന അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. പക്ഷേ ചിലർ ചക്കയ്ക്ക് വറ്റൽ മുളക് അരയ്ക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് വറ്റലുള്ളതല്ല, നമുക്ക് പച്ചമുളകും കരിവേപ്പിലയും അരച്ചെങ്കിലേ ചക്കയ്ക്ക് ടേസ്റ്റ് വരും. അങ്ങനെയൊക്കെ ചില പാചകങ്ങളിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മളൊരു നാട്ടുകാരായാലും അങ്ങനെയൊക്കെ ഓരോ വീടുകളിൽ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കറികളിലും അതുണ്ട്. അയ്യോ, പിന്നെ ജനുവരി മാസം ഇന്നുകൊണ്ട് അവസാനിക്കുകയാണെന്ന്. ജനുവരി 31, നാളെ ഫെബ്രുവരി 1. മാസങ്ങൾ കടന്നു പോകാൻ എന്ത് താമസമല്ലേ. ഈ നമുക്ക് വീട്ടിൽ
അമ്മ മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ് പൊങ്കാലയിടാവോ? അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കിവിടെ എൻ്റെ ഇത് നടത്തിയ പോറ്റി പറഞ്ഞ് 6 മാസം കഴിയുമ്പോഴത്തേക്ക് ഏതമ്പലങ്ങളിലും, ഇപ്പോൾ 16 കഴിയുമ്പോൾ നമ്മുടെ തുടക്ക് തീരുന്നുണ്ട്, എന്നാലും 6 മാസം കഴിയുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പൊങ്കാലയിടാം. അത് അറിയാമെന്നുള്ളവരൊന്ന് എൻ്റെ ഇതിലൊന്ന് ഇട്ടേക്കണേ, ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. കാര്യം ആറ്റുകാൽ പൊങ്കാല, പിന്നെ നമ്മുടെ ഈ മുറ്റത്ത് അമ്പലത്തിൽ പൊങ്കാല ഇട്ടിട്ടേ എനിക്കതെൻ്റെ മനസ്സിലൊരു ഇതാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെ പോയി പൊങ്കാല ഇടുന്നതിന് മുന്നേ എൻ്റെ ഈ മുറ്റത്തെ അമ്പലത്തിൽ നിന്ന് പൊങ്കാല ഇടണമെന്ന്. കാര്യം എൻ്റെ ഈ കൈ ജീവിതമായി കിട്ടി. കാര്യം ദൈവമേ, ഭഗവാന്റെ ഒരു കളിയില്ലെങ്കിൽ എൻ്റെ വിരൽ ഞാൻ ചിന്തിക്കുമ്പം ഈ രീതിക്കൊന്നും നല്ല അത്രയ്ക്കും എൻ്റെ മനസ്സ് ആയിപ്പോയതാണേ ഭഗവാനെ. അതാ പുതിയ മിക്സി, അതൊക്കെ മെനിയാന്ന് വന്ന് മോളെ നാത്തിൻ്റെ ഭർത്താവ് ഒന്ന് കൈ പിടിച്ച് നോക്കിയിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ എല്ലാ ആഴ്ച തോറും പോകണമായിരുന്നു. എല്ലാ ആഴ്ച തോറും എല്ലാ ചൊവ്വാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നിട്ട് അവസാനമാണ് പിന്നെ ഇങ്ങനെ ഓരോ ഇത് പോയിരുന്നു. പിന്നെ ആ കയ്യിൽ ഒട്ടിച്ച് വെച്ചിരുന്ന ഇളവുമ്പോൾ ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ പോയില്ല. ഇനി പോയി കാണിച്ചേ പറ്റൂ. ആ കാര്യം എനിക്ക് ബസ്സിൽ പിടിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ കൈക്കത്തി ബലം ഇതാക്കാൻ പഴയതുപോലെ പറ്റുന്നില്ല. പിന്നെ ഒത്തിരി അങ്ങനെ ഉണ്ട്. അത് നമ്മൾ ആ ഡോക്ടറുടെ അന്നേ പോയത് പറഞ്ഞ് ചെയ്യണമായിരുന്നു. പക്ഷെ പിന്നെ എനിക്കത് പോകാൻ പറ്റിയിട്ടുമില്ല. പിന്നെ ആ കൈ വെച്ച് എനിക്ക് തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞ് എടുക്കാൻ പഴയ പോലുള്ള ബലം കിട്ടില്ല. അങ്ങനെയൊക്കെ ഒത്തിരി ഇതുണ്ട്. അതൊക്കെ അവർ ചെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഫിസിയോതെറാപ്പി അങ്ങോട്ട് ചെയ്യണമായിരുന്നെന്ന് തോന്നുന്നു. പക്ഷെ പിന്നെ പോയിട്ടില്ല. അത് ആ കയ്യിൽ വെച്ച് ഒട്ടിച്ചിരുന്നത് ഇളവി വീഴുമ്പോൾ ചെല്ലണമെന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ നമ്മൾ പോയതുമില്ല. ഇത്രയും ഇതാക്കിയിട്ട് എല്ലാ ആഴ്ചയും പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള ഒരു ഇത് വെച്ചങ്ങ് പോയില്ല. അത് നമ്മളെ കയ്യിലെ ഏറ്റവും വലിയ ഒരു എന്തോ പറയുന്നു, എല്ലാത്തിനും ഒരെണ്ണം കയ്യിൽ വേണ്ടേ. തിരുമണിയൊന്നും അല്ല ഓരോന്നിനാവുന്നത്. നമ്മളെല്ലാം ദൈവം തന്നെ സാക്ഷി എന്ന് പറയുന്നതൊക്കെ. ജോലിക്ക് തന്നെ പോയിട്ട് 2 മാസമായി. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. പണയങ്ങളൊക്കെ വെച്ചാണ് ഓരോന്നും ഇത് ചെയ്യുന്നത്. ജോലിക്കങ്ങ് ഇറങ്ങിപ്പോയാൽ നമ്മളെ അസുഖവും മറക്കും. അതൊന്ന് വേറെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇരുന്ന് നിരങ്ങിയായാലും നമ്മളങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളങ്ങ് കൺട്രോൾ ഇതിൽ പോവും. എനിക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരു കണ്ടീഷനുമായിരുന്നു. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം 1.5 മാസമായിട്ട് കല്ലിൻ്റെ വിഷയം അതങ്ങനെയായിരുന്നു. എല്ലാം കൊണ്ടും ഒത്തിരി തടസ്സങ്ങളായിരുന്നു. പോണം. ഹോമിലേക്കാണ് കൂടുതൽ വരുന്നത്, അതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ മിനിയാന്ന് SIT ഒരെണ്ണം, അത് പ്രസവ കേസ്. പിന്നെ നമ്മൾ ഇത്രയും ദിവസം നിന്നിട്ട് മരുമോൻ പോണ ദിവസമായിട്ട് നമ്മൾ ഇറങ്ങി പോകണത് ശരിയല്ലല്ലോ. അതുപോലെ പ്രസവ കേസുമായിരുന്നു. SITയിലുമാണ്. അവിടെ പോയി നമ്മളില്ലാത്ത അസുഖങ്ങൾ കൂടെ പിടിച്ചുകൊണ്ട് വന്നാൽ മെഡിക്കൽ കോളേജ് SIT എന്നൊക്കെ പറയുമ്പോൾ റൂമല്ലെങ്കിൽ പിന്നെ നമ്മളത് പേടിക്കേണ്ടിയും കൂടി ഇരിക്കുന്നു. എല്ലാം നമ്മൾ നോക്കിയിട്ടേ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റും. നമ്മുടെ നിലനിൽപ്പ് ആദ്യം നോക്കണം. നമ്മുടെ ജീവൻ്റെ രക്ഷ നമ്മൾ ആദ്യം നോക്കണം.
ചോട്ടിൽ കായ പറിച്ച് നടക്കാം. നമ്മുടെ മീൻ വറുത്തത് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മീൻ കറി വയ്ക്കാനുള്ള നമുക്ക് നോക്കാം. ഇന്ന് അത് ഞാനങ്ങ് അപ്പുറത്തേക്ക് ഇറക്കി വയ്ക്കട്ടെ. ഇതിപ്പോൾ ഞാൻ നമ്മുടെ അലായി ഇരുമ്പ് ചട്ടിയാണ് വയ്ക്കുന്നത്. കാര്യം തലയൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തിരി ഒന്ന് വലുതായിട്ടുള്ളത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഗ്യാസ് കൂട്ടി വെച്ചു. പൊക്കാൻ വയ്ക്കും. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇത്തിരി എണ്ണ ഒഴിക്കാം. എണ്ണയൊക്കെ വളരെ കുറച്ചേ ഒഴിക്കാവൂ. എണ്ണയിലേക്ക് കടുകിട്ടു. രണ്ട് ഉലുവ കൂടിയിട്ടു. വറ്റൽമുളകിട്ടു. കറിവേപ്പിട്ടു. വെളുത്തുള്ളി ഇട്ടു. ഇനി ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി. ഇത് നമുക്ക് ഈ തക്കാളി കൂടി ഇതിലേക്ക് ഇടാം. ആവശ്യമായ ഉപ്പ് കൂടി ഇടുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ കൂടെ ചേർക്കാം.
നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കാം. ചപ്പൊക്കെ മാറി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർക്കും. എന്തോരമ്മ ഇവിടെ വായനശാലയില്ലേ, സംഘത്തില്ലേ, അമ്പലത്തില്ല? ഓ, അത് എൻ്റെ കൂടെ പറഞ്ഞ നോക്കൂലേ അങ്ങ് പറയാൻ. എൻ്റെ പൊന്നെ, 3 മണിക്ക് പിന്നെ സ്കോറുണ്ട്. കറി നല്ല രീതിയിൽ തിളച്ചു. നമുക്ക് നമ്മുടെ ചൂരയുടെ തല ഉണ്ടോ, സൂപ്പർ ചൂരത്തല, തലയുടെ കൂടെ തന്നെ വള്ളിക്കൊഴിയാളയുടെ തലയും ഉണ്ട്, കണ്ടോ. എന്നിട്ട് മീനും കൂടി അതിലേക്ക് ഇടാം. മുള്ളൊക്കെ എണീച്ചിരിക്കുന്നു. തിളച്ച് നല്ല ഇതായിട്ട് വേവട്ടെ. ഇനി നമുക്ക് പുളിയും ശർക്കര തേങ്ങയും കൂടെ അരച്ചത് അതിലേക്ക് ഒഴിക്കാം. പിന്നെ എന്നിട്ട് നമുക്ക് നല്ലതുപോലെ എല്ലാം കൂടി യോജിപ്പിച്ച്, കണ്ടോ, ഇപ്പോഴാണ് ആ കറിയുടെ ഒരു പൂർണ്ണത ആവുന്നത്. ഇനി നല്ല ഇതായിട്ട് കിടന്ന് ഉപ്പും പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വെന്ത് കറിയൊക്കെ വറ്റി നമുക്ക് അടച്ചിടാം. വലിയ അടപ്പുകളൊക്കെ എന്ത് ചെയ്യും.
ഇടട്ടെ. കോഴികൾ ഭയങ്കര കൊത്തുകൂടക്കം പറഞ്ഞാൽ കൊത്തുകൂടക്കം ഒന്നിനെ കൊത്തി ഒരെണ്ണത്തിനെ കൂടെ ഞാൻ ഇപ്പുറത്തോട്ടാക്കി. പാവം ഇപ്പം മൊത്തം കൊത്തി റെഡിയാക്കിയുന്നുണ്ട്. ശല്യം പിടിച്ച കോഴികൾ. തീറ്റ കൊടുക്കാൻ വന്നതാണ്. അയ്യോ എത്ര കൊടുത്താലും എത്ര ഇതാക്കിയാലും കൊത്തുകൂടക്കം. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കറി എന്തായെന്ന് നോക്കാം. തുറന്ന് നോക്കിയാലോ. കോഴിക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ട് വന്നതാണ്. കറി നല്ല ഇതായിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. ഉപ്പൊക്കെ നല്ല ഇതായിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് തീ കുറച്ച് നീ തെളിയാനൊരു ശക്കലം ഒന്ന് കിടക്കട്ടെ. നമ്മുടെ മീൻകറി നല്ല സൂപ്പർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. അപ്പം നമുക്ക് ഇറക്കി അപ്പുറത്ത് അടുപ്പിലേക്ക് വയ്ക്കാം. ഒറ്റ കൈ കൊണ്ട്, അതും ഈ വലത്ത് കൈക്ക് തന്നെ മറ്റേ ഇത് വന്നതുകൊണ്ട് അത്രയും ബലമൊന്നും പണ്ടത്തെ കൊക്കൂല. ഇനി നമുക്ക് നല്ല ഗുണപ്രദമായ ഒരു ഒന്നിക്കാതങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം. തോരൻ കൂടി ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ലല്ലോ എന്നാലോചിച്ച്, അയ്യോ ഇന്ന് കൂട്ടാൻ വയ്ക്കാനൊന്നുമില്ല എന്നാലോചിച്ച് അവിടെ ചെന്ന് കവർ കൊണ്ടുവന്ന് വയ്ക്കാതിരിക്കപ്പാണ് ഓർമ്മിക്കുന്നത്. അയ്യോ താഴെ നമ്മൾ ആട്ടോ വിളിക്കുന്ന അണ്ണൻ്റെ വീട്ടിൽ വാഴക്കൃഷിയുണ്ട്. അപ്പം ഇവിടെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി. ഇതൊക്കെയാണല്ലോ ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണപ്രദം എന്ന് പറഞ്ഞാൽ മായമില്ലാത്ത സാധനങ്ങൾ അതൊക്കെയാണല്ലോ. വാഴക്കൂമ്പൊക്കെ നല്ലതാണ്. എന്ന് ചോദിക്കും കൊലയിൽ അമോണിയം കയറ്റുമ്പോഴത്തേക്ക് അങ്ങനെയല്ലേ എന്നതല്ല, അങ്ങനെയല്ല. വാഴക്കൂമ്പും വാഴപ്പിണ്ടിയൊക്കെ നല്ല, അത് കൊലയിലല്ലേ. വാഴക്കൂമ്പ് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ വിൽക്കാൻ കൊണ്ടുവച്ചിരിക്കുന്ന കാണണം. നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് കടകളിൽ വിൽക്കാൻ കൊണ്ടുവച്ചേക്കുന്ന കാണണം വാഴക്കൂമ്പും ഇതൊക്കെ. നമുക്കതൊക്കെ കാണുമ്പം പപ്പായ ഇതൊക്കെ കൊടുക്കാൻ വെച്ചേക്കുന്ന കാണണം. അപ്പം അതിനുള്ള ഒരു ഗുണപ്രദമായ ഒരു തോരനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കൂമ്പ് തോരൻ, അതായത് ഏത്തക്കൊലയുടെ കൂമ്പാണ് അത് വെച്ചുള്ളൊരു തോരനാണ്. കുറച്ചെണ്ണ എല്ലാവരും പറയും എന്ന് പറഞ്ഞാൽ BP അതും ഇതൊക്കെ കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് BP ഏത് സമയവും വരുമോ എന്നൊരു പേടി. കാര്യം ആ പല്ലെടുക്കാൻ കൊണ്ടുപോയപ്പോൾ അവരാ മിഷ്യൻ, അല്ലെങ്കിൽ എനിക്ക് കടയ്ക്ക് വരുമ്പോൾ ഒട്ടും ഇല്ലാതാവൂലല്ലോ. എന്നാലും എനിക്കത് കൊണ്ട് ഇപ്പോൾ എപ്പോഴും ഉള്ളിൽ പേടിയാണ്. ഇപ്പോൾ തന്നെ 2 ദിവസം കൊണ്ടൊക്കെ ഭയങ്കര തലവേദന. അപ്പോൾ എല്ലാവരും ചോദിക്കും BP നോക്കാൻ എന്ത്, 2 ഉലുവയും കൂടെ ഇട്ടു. BP അപ്പാരറ്റ്സ് കൂടി ഇരിപ്പുണ്ട്, പക്ഷേ അത് കയ്യിൽ ചുറ്റുന്ന സ്ഥലത്ത് ഒത്തിരി തയ്യലിളവിയിരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ കയ്യിൽ വെച്ചതേ കൂമ്പ് നല്ല ഭംഗിയായിട്ട് അരിഞ്ഞ് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ശകലം കയ്യിൽ വെളിച്ചെണ്ണ ഇതാക്കിയിട്ട് ഇങ്ങനെ നമ്മൾ ഇതാക്കണമെന്നുണ്ട്. ഒന്നിങ്ങനെ മേലോട്ട് താഴോട്ട് ഇതാക്കുമ്പം വാരിയെടുക്കുമ്പം അതിൽ ചെറുതായിട്ടുള്ള ഒരു വല പോലുള്ളത് അതൊക്കെ മാറിക്കിട്ടും. എന്നിട്ട് അതിലേക്ക് ഞാൻ കറിവേപ്പിട്ടു. കൂമ്പിൽ വൻപയറൊക്കെ വേവിച്ചിട്ടാൽ നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാനിടുന്നത് ഉഴുന്നുപരിപ്പാണ്.
തീ കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് കൂമ്പ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതെ. ഞാൻ ബേക്ക് ക്യാമറ വെച്ച് ഇതിങ്ങനെ കൊയ്ക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ടിലായിട്ടാണിത് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് വാരിയിടാൻ ഇറങ്ങിയപ്പം കൈ തട്ടി ക്യാമറയിൽ മൊബൈൽ കൊണ്ട് ചരിഞ്ഞു. എനിക്ക് വാരി ഇടാനുള്ളവരേതോ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പം അതിൻ്റേതായ ഒരു ഇത് വരും. അപ്പം ഞാൻ കൈ കൊണ്ട് വാരിയിടാതിരിക്കുന്നിടത്താണ് ക്യാമറ ഇരിക്കുന്നത് കണ്ടോ. ഇതിനൊക്കെ ഒരു പരിഹാരം വരും. നമ്മളും മേടിക്കും ക്യാമറ. നമ്മളെ ചാനലൊക്കെ ഒന്ന് മോണിറ്റേഷനൊക്കെ ആയി വരട്ടടേ. നമ്മളും ക്യാമറയൊക്കെ മേടിക്കും. ഇന്നും നമ്മളിങ്ങനെ ഇട്ടേക്കോ. നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വ്യൂസ് കൂടി വരുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത, വീട്ടിലെന്തെങ്കിലും എനിക്ക് വയ്യാതെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ, അമ്മയുടെ മരണം, അങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളാവും. അപ്പം കയറി വന്ന വ്യൂസ് മൊത്തം താഴോട്ടങ്ങ് പോകും. നമ്മളെ യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് എല്ലാം ഈസിയാക്കിയൊന്നും എടുക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അരപ്പതിലേക്കിടാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൂമ്പ് തോരനും നല്ല സോപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ്. എന്താ നല്ല സൂപ്പർ തലയൊക്കെ ഇരിക്കുന്നുണ്ടോ. നാടൻ ചോറ്, ഈ തലക്കറി, നല്ല സൂപ്പർ കൂമ്പ് തോരൻ, ഒരു കഷ്ണം പൊരിച്ചത്. എന്താ പോരെ, കൊള്ളൂലേ? ഇനി ഈ അച്ചാർ വേണമെങ്കിൽ ഒരു ശകലം ടേസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. നാരങ്ങയും മാങ്ങയും വേണ്ട. എനിക്ക് ഇതിൻ്റെ പകുതി ചോറ്, ഇതിപ്പോൾ ഒരു തവി ചോറ് ഞാൻ ഇട്ടു, ഇതിൻ്റെ പകുതി ചോറാണ് എനിക്ക് കണക്ക്. കൂമ്പ് തോരൻ തിന്നും, എനിക്കിഷ്ടമാണ്. ഇന്ന് തലയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ ഇന്നത്തെ കിച്ചൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. പ്രത്യേകിച്ചും നിങ്ങളെല്ലാം മറന്നുപോണ കാര്യം, എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്താൻ മറന്നു പോകുന്നു. എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും കമൻറ്റ് രേഖപ്പെടുത്താൻ നിങ്ങളൊട്ടും മറക്കരുതേ.
അതാണ് നമുക്ക് ഏറ്റവും ആവശ്യം. അപ്പോൾ എൻ്റെ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ഓക്കേ.